Everybody get ready for the shot. Lights. All lights. Junior, little more strong. Clap in. Sound. Running. One by one, take one. Clap. Action. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാണ്. മുഖത്ത് ഇത്ര അഹങ്കാരം വേണ്ട. പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ നല്ല വിനയം വേണം. ഓക്കെ ഓക്കെ സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ. മിസ്റ്റർ, ഡോണ്ട് ട്രൈ ടു ബി എ ജോക്കർ. വിനയം കോരി ഒഴിക്കണ്ട. യു സേ ദ ലൈൻസ് പ്ലീസിംഗ്ലി. ദാറ്റ്സ് ഓൾ. യെസ് സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാക്കി. പിന്നീട് വന്ന മഹാരഥന്മാർ ചലച്ചിത്രത്തിന് പുതിയ പുതിയ ഭാഷ്യങ്ങൾ ചമച്ചു, വ്യാകരണം കണ്ടെത്തി. സിനിമാ കൊട്ടകയിൽ പൊട്ടിച്ചിരിയുടെ ഹർഷാരവങ്ങൾ ഉയർന്നു. വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളുടെ നെടുവീർപ്പുകളും തേങ്ങലുകളും പ്രേക്ഷകർ അവരുടെ തന്നെ നൊമ്പരമായി അനുഭവിച്ചറിഞ്ഞു. ജീവിത ദുരിതങ്ങൾക്കൊരു സാന്ത്വനമായി ഒരു മനുഷ്യമഹാഗാഥയായി സിനിമ മാറുകയായിരുന്നു. തെന്നിന്ത്യൻ സിനിമയുടെ ഈറ്റില്ലമായത് മദിരാശി പട്ടണമായിരുന്നു. സിനിമ ഒരു മോഹമായി നെഞ്ചിലേറ്റിയ ഒട്ടനവധി ആളുകൾ മദിരാശിയിൽ ചേക്കേറി. ഈ സിനിമാ നഗരത്തിൽ ചിറകുമുളച്ച് പറന്നുയർന്നവരും ചിറക് കരിഞ്ഞ് വീണവരും എത്രയെത്ര. പറന്നവരെ മാത്രം നമ്മൾ അറിഞ്ഞു. കണ്ണീരും കിനാവുമായി അലഞ്ഞവരെ ആരറിയാൻ. ഈ കഥയിലെ നായകൻ ഉദയഭാനു 12 വർഷങ്ങളായി മദിരാശിയിലെത്തിയിട്ട് സഹസംവിധായകനാണ്. സ്വതന്ത്ര സംവിധായകനാകാനുള്ള പരിശ്രമത്തിലാണ് അയാൾ. സിനിമ അയാൾക്ക് മോഹമല്ല, അയാളുടെ ജീവിതം തന്നെയാണത്. ആദ്യ സിനിമയുടെ തിരക്കഥ എഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഓം സത്യജിത്രായേ നമഃ. ഓം സ്പീൽബർഗായ നമഃ. പ്രിയദർശനായ നമഃ. കുറസോവ അരവിന്ദ ചാപ്ലിനായ നമഃ. ഈ തിരക്കഥയ്ക്ക് ഒരു ഗംഭീര ക്ലൈമാക്സ് തരണേ. നമഃ. അനുഷയും രവിയും പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടുമുട്ടാം. ആകസ്മികം. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ 5 ലക്ഷം രൂപ കെട്ടിവെക്കണം. അതിന് നിർമ്മാതാവ് തയ്യാറല്ലെങ്കിൽ തയ്യാറുള്ളവന് വേണ്ടി പടം ചെയ്താൽ മതി. എന്തായാലും അനുഷയുടെ ഡയലോഗ് ആറ്റിക്കുറക്കിയതായിരിക്കണം. നോക്ക് രവി, കാറും കോളും നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് രവിയെ ഞാൻ ക്ഷണിക്കുന്നില്ല. വൃത്തികെട്ട ഡയലോഗ്. യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കൂ? കാറും കോളും നിറഞ്ഞ മണ്ണാങ്കട്ട. സംഗതി സിമ്പിളായിരിക്കണം. ഈ നോക്കു രവിയും വേണ്ട, ഒരുമാതിരി സീരിയൽ പ്രയോഗം. ഒളിച്ചോടുന്നവളെ യാത്ര അയക്കാൻ വന്നതാണല്ലേ? ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ ബലത്തിൽ നിനക്ക് ഇവിടെ വന്ന് നിൽക്കാം, ഇവിടെ വരെ മാത്രം. നമ്മൾ അടുത്ത് നിൽക്കുകയാണെന്ന് കാണുന്നവർക്ക് തോന്നും, പക്ഷെ എത്ര അകലത്താണെന്ന് നമുക്കല്ലേ അറിയൂ. കൊള്ളാം, അത് കൊള്ളാം. ഉദയഭാനുവിന് നല്ലൊരു ക്ലൈമാക്സ് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ നഗരത്തിലെങ്ങും സിനിമ നിറഞ്ഞു നിൽക്കുന്നു. ഒരു ഫിലിം സ്റ്റുഡിയോയിലേക്കുള്ള യാത്രയാണ്. ഈ കഥയിലെ നായിക മധുമതി അവിടെയാണുള്ളത്. യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു. മധുമതിയെ തൻ്റെ ഗുരുവായ സംവിധായകന് പരിചയപ്പെടുത്തിയത് ഉദയഭാനുവായിരുന്നു. ആദ്യ ചിത്രം തന്നെ വൻ വിജയമായി. മധുമതി ഇന്നൊരു താരമാണ്. Yeah.
മധുമതിക്ക് ഉദയഭാനുവിനോട് കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പ്രണയം ഇവർക്കിടയിൽ തളിരിടുന്നില്ല. എങ്കിലും ഗോസിപ്പുകാരുടെ കഴുകൻ കണ്ണുകൾ അവർക്ക് മേൽ വീഴുന്നതിൽ അസ്വസ്ഥനാണ് ഉദയഭാനു. ഇതാണ് രാജപ്പൻ തെങ്ങുമൂട്. ക്ഷമിക്കണം, ഇതയാളുടെ കാലുകളാണ്. മലയാള സിനിമയുടെ വിരിമാറിലൂടെ നല്ലൊരു വേഷത്തിനായി ഈ കാലുകൾ ചലിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി. ഈ മുഖമാണോ അതിനൊരു തടസ്സം? ഈ നിറവും രൂപവുമാണോ തടസ്സം? ചെറിയ വേഷങ്ങൾ പലതും ചെയ്തു, പക്ഷെ നല്ലൊരു വേഷം എന്ന സ്വപ്നം നീളുകയാണ്. ആൾ എന്നെക്കാളും കറുത്തിട്ടാണ്. വലിയ ആരോഗ്യവും സൗന്ദര്യവും ഇല്ല, എന്നിട്ടും സൂപ്പർ സ്റ്റാറായി. ഈശ്വരാ. கோட்டு டை போட்டவங்களை எல்லாம் ஏவிஎம்ல தள்ளிடுங்க. தெலுங்கு படம் கம்பெனி மீட்டிங் சீன், மத்தவங்களை எல்லாம் சிவாஜி கார்டன். தமிழ் படம் பட்டாளத்து ட்ரெஸ் துப்பாக்கி எல்லாமே அங்க கிடைக்கும். ஓகேண்ணா. நான் புரிஞ்சதா? ஏதாவது டவுட் இருந்தா எனக்கு ஃபோன் பண்ணி கேளு. வாங்கப்பா. ஓகே, எல்லாரும் இந்த ஆட்டோல போயிருங்க. என்னப்பா இன்னைக்கு எங்க ஷூட்டிங்? நிறைய இடத்துல இருக்கப்பா. என்ன வரையா? டயலாக் ஏதாவது கிடக்குமா? இல்லப்பா, பட்டாளத்துக்காரர் நிறைய தேவை இருக்கு. இந்தியா பாகிஸ்தான் வார் சீன், யூனிஃபார்ம் துப்பாக்கி எல்லாமே அங்க கிடைக்கும். மத்தியானம் சாப்பாடு, சாயங்காலம் டிஃபன், 100 ரூபாய். என்ன வரையா? டயலாக் இல்லைன்னா ஐயா, டிஷன் சுட்டுட்டு இருக்கும்போது யாரப்பா டயலாக் பேசுறது? ആമാ അത് കറക്റ്റ്. ഏയ് ലേപ്പാ, നേരത്തെ നമ്മുടെ ഹൗസ് ഓണർ വന്നിരുന്നു. അയ്യോ, നീ രാവിലെ സ്ഥലം വിട്ടത് ഭാഗ്യം. എന്തായിരുന്നു തമിഴ് തെറി? നേരിട്ട് കണ്ടിരുന്നെങ്കിലേ നല്ല ഇടിയും കിട്ടിയനെ. എന്നിട്ടൊന്നുമില്ല, വാടക കൊടുക്കാത്തതിനെ ആ തോമസ് അടിമാലിയെ അടിച്ചിറക്കി. അവനത് വേണം. കഴിഞ്ഞ ആഴ്ച അവന്റെ ഉണ്ടായിരുന്നിട്ടും 50 രൂപ ചോദിച്ചിട്ട് അവൻ എനിക്ക് തന്നില്ല. നിന്നെ ഇറക്കി വിട്ട്. അതിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. നിന്റെ പൂട്ട് തല്ലി പൊളിച്ച് അയാള് വേറെ പൂട്ടിട്ട് പെട്ടിയും പുല്ലും എടുത്ത് വെളിയിലെറിഞ്ഞ്. അത് ശരി. ഞാൻ അതെടുത്ത് എന്റെ മുറിയുടെ വാതിക്കൽ വെച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതെടുത്ത് അകത്ത് വെച്ചൂടായിരുന്നു? അതിനെ പറ്റി കുറെ ചിന്തിച്ചു, എന്നിട്ട് വേണ്ടെന്ന് വെച്ചു. പെട്ടി അകത്തായാൽ ഓട്ടോമാറ്റിക്കലായിട്ട് തനിക്കൊരു കുടിയെടുപ്പ് അവകാശം വരും. അത് റിസ്കാ. വേറൊന്നും കൊണ്ടല്ല, നാട്ടിൽ നിന്ന് വന്ന 2 ഇരപ്പാളുകൾ കാരണം മുറിയിൽ ഓക്സിജൻ കിട്ടാൻ തന്നെ പിടിവലിയ. താനാ ഉദയന്റെ അവിടെ നോക്ക്. നന്നായിരിക്കും. അവൻ തിരക്കഥ എഴുത്തില്ല. പട്ടി പ്രസവിച്ചു കിടക്കുമ്പോൾ നമ്മൾ അടുത്ത് ചെന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ അവൻ തിരക്കഥ എഴുതുമ്പോ കടിച്ച് കീറിക്കളെ. എങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും നോക്കിരായപ്പാ. എടോ, തനിക്ക് എന്നെ പോലെ മാസത്തിൽ 4-5 ദിവസമെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോലെന്താ? വാടക കൊടുക്കാനുള്ള കാശുകൾ ഒപ്പിച്ചൂടെ? മോനെ റഫീഖെ, തന്നെ പോലല്ല ഞാൻ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അവിടെ എത്താൻ ഞാൻ എന്തും ചെയ്യും. ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലേ അവൻ മരണം വരെ ജൂനിയർ ആർട്ടിസ്റ്റാ. മനസ്സിലായ?